ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 25 വ്യാഴാഴ്ച തമിഴിലും മലയാളത്തിലുമായി തിരഞ്ഞെടുത്ത സിനിമയാണ് അനന്തൻകാട്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആര്യ, ഇന്ദ്രൻസ്, മുരളി ഗോപി, വിജയരാഘവൻ, അപ്പാണി ശരത്ത്, തെലുങ്ക് താരം സുനിൽ, റെജീന കസാൻഡ്ര, നിഖില വിമൽ, ദേവ് മോഹൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഘടനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 12-15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ബാലൻ. ആദിജേഷൻ, സിനാൻ, ടോവിനോ തോമസ്, ഫർസാന എന്നിങ്ങനെ താരങ്ങളുള്ള ഈ സിനിമ 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 9 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 7ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് 75-80 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ 9,75 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യ ഒരാഴ്ചയിലെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 20 കോടിക്ക് മുകളിലും ഇന്ന് എത്തിച്ചേരുന്നതാണ്. ജൂൺ 19 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആശൈ. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി, തമ്പി രാമയ്യ, കാളി വെങ്കട്ട്, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 9,30,000 രൂപയായിരുന്നു. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 99 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. 7ാം ദിവസം ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള ഘടന പ്രതീക്ഷിക്കുന്നത് 8 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 1,07 ലക്ഷം റേഞ്ചിലാണ് ആദ്യ ഒരാഴ്ച കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 1,40 ലക്ഷം റേഞ്ചിലുമാണ്. ജൂൺ 19 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ഹോമി അഡാജാനിയ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, രശ്മിക മന്ദാന, കൃതി സനൂൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ 6 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 29 ലക്ഷം രൂപയാണ്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് കർണാടകയിലാണ്. ഇവിടെ നിന്നും 6,79 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 6 ദിവസം കൊണ്ട് 80,50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് നേടിയെടുത്തിരിക്കുന്നത് 23,81 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 104,31 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 110 കോടി റേഞ്ചിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമായി കഴിഞ്ഞ തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. എങ്കൽ തങ്കം എന്ന പേരിൽ ഈ സിനിമ തമിഴിലും റിലീസ് ചെയ്തിരുന്നു. BV നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ, ഗൗതമി, ശ്രീമുഖി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ 6 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 18,80,000 രൂപയാണ്. തെലങ്കാനയിൽ 17,27 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ നിന്ന് കളക്ട് ചെയ്തത് 11,55 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 6,32, തമിഴ്നാട്ടിൽ 3,58, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 74 ലക്ഷം എന്നിങ്ങനെ 39,46 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 17,01 ലക്ഷം രൂപയാണ്. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ 56,47 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 7ാം ദിവസം എന്ന വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 60 കോടിക്ക് മുകളിലും എത്തിച്ചേരുന്നതാണ്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് നൂറുസ്വാമി. വിജയ് ആന്റണി നായകനായി ശശി സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തിൽ 6 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 6,50,000 രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി സിനിമ നേടിയെടുത്തത് 7,59 ലക്ഷം രൂപയുമാണ്. കർണാടകയിൽ 45 ലക്ഷം, ആന്ധ്രയിൽ 98 ലക്ഷം, തെലങ്കാനയിൽ 41 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10 ലക്ഷം എന്നിങ്ങനെ 9,53 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 1,15 ലക്ഷം ഉൾപ്പെടെ ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ 6 ദിവസം കൊണ്ട് 10,68 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 7ാം ദിവസം കൂടിയായ വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 11,5-12 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതുമാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.